മോളിവിടെ ഇരിക്കുവാണാ? ഉമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. എന്റെ മോളെ കാണാൻ പറഞ്ഞെങ്കിൽ മുന്നറിയിപ്പ് പോലെ ഒന്ന് നൽകണോ? കുറച്ചു ദിവസമായിട്ടേ മോളെ കാണണമെന്ന് ഭയങ്കര അങ്ങ് ആഗ്രഹം തോന്നുവാങ്ങ്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ലല്ലോ. ഫോൺ വിളിച്ചാൽ പോലും നീ 2-3 വാക്ക് സംസാരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു മോക്ക് എന്തെങ്കിലും വയ്യായിരിക്കും. പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നത് ഉമ്മ മാത്രമായിട്ട്. അല്ല, നിന്റെ മുഖത്തെന്താ ഭയങ്കര വിഷമം? എന്തേലും വൈകിയോ എനിക്ക്? ഒന്നുമില്ല, എനിക്കൊരു വിഷമവും ഇല്ല. അതും വൈകി വെറുതെ തോന്നുന്ന കാണാതിരുന്ന് കണ്ടിട്ടാ. അല്ല, നിന്റെ ദേഹത്ത് കിടന്ന സ്വർണ്ണമൊക്കെ എന്തേ? എല്ലാം ഊരി വെച്ചിരിക്കുവാണോ? അതെല്ലാം ഞാൻ ഊരി വെച്ചിരിക്കും അമ്മ. വീട്ടിൽ ഇരിക്കുമ്പോ ഇന്നലെ എല്ലാം കൂടെ എടുത്തിടുന്നു വിചാരിച്ചിട്ടാ. അല്ല, ഉമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടുത്തെ ഉമ്മായിക്ക് മോടുത്ത് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണോ? എന്താണെങ്കിലും ഉമ്മടുത്ത് തുറന്നു പറയണം. ഇവിടുത്തെ ഉമ്മാക്ക് എന്നോട് സ്നേഹമൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഉമ്മ ഇവിടെ തന്നെ ഇരിക്കാതെ കയറി വാ. അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണോ ഉമ്മ? അവിടെ എല്ലാവർക്കും സുഖം തന്നെ മോളെ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ എല്ലാവരും ആണെങ്കിൽ നിന്നെ പറ്റിയാ തിരക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് നീ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങളാ. ഞാൻ പിന്നെ അവർക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് ചെറുക്കന് ബിസിനസ്സുകാരനല്ലേ, അപ്പൊ അവനിക്ക് തിരക്കൊക്കെ ആണെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കൂടെ അങ്ങോട്ടൊന്ന് വിളിക്കാനും കൂടെ ഉമ്മച്ചാ വന്നിരിക്കുന്നത്. എന്റെ ഇങ്ങോട്ട് ഉമ്മ അത് തന്നെയാണ് ഉമ്മ കാര്യം. ഇക്കായിക്ക് ഭയങ്കര തിരക്കാ. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞോളൂ വീട്ടിൽ പോകുന്ന കാര്യം. തിരക്ക് കഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ഞാൻ ഉമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്റെ അനുവാദമില്ലാതെ എന്റെ അടുക്കള കയറേണ്ടല്ലോ, ഞാൻ മുട്ടുകാരെ കൊടുക്കും. ഞാൻ എന്തും പറട്ടെ, ഉമ്മയ്ക്കൊരു ചായ ഇട്ട് കൊടുത്തിട്ട് മതി. മോള് കുടിക്കുന്നില്ലേ ചായ? എനിക്കിപ്പോ വേണ്ടമ്മ, പിന്നെ കുടിച്ചോളാം. ആരാ അത് വന്നിരിക്കുന്നത്? ഞാനാ. ഈ ഞാനാണെന്ന് പറഞ്ഞാല് അതെനിക്ക് മനസ്സിലായില്ലല്ലോ. വല്ല മേടിക്കാൻ വന്നവരാണോ? അത് ഈ പെരക്കകത്ത് കയറ്റിയിട്ടാണോ ഇരുത്തുന്നത്? എന്റെ ഉമ്മായാ. അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. മോടെ ശല്യം തന്നെ സഹിക്കാൻ വയ്യ. ഇനി കുടുംബത്തോടെ ഓരോരുത്തർക്ക് വരുവാന്നോ മനുഷ്യനെ സമാധാനം കെടുത്താനായിട്ട്? ഇതെന്താ മോളെ ഇവരിങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളടുത്ത് സംസാരിക്കണം? സ്നേഹത്തോടെ നിങ്ങളെ സൽക്കരിക്കണോ? അതിന് പറ്റിയൊരു കുടുംബമല്ലേ കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോന്റെ ജീവിതം തന്നെ പോയി. അല്ല, ചായയൊക്കെ ആരാ ഇട്ട് കൊടുത്തത്? ഞാനാണ് ഇട്ട് കൊടുത്തത്. നീയോ? നിന്നോട് എന്തോ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഈ അടുക്കള കയറുന്നാണോ പറഞ്ഞിട്ടുള്ളത്? നിന്റെ വീട്ടുകാരെ സൽക്കരിക്കണമെങ്കിലേ വെളിയിലെ പിന്നെ വിറകടുപ്പുണ്ട്, അതിനകത്ത് പോയി ചായ ഇട്ട് കൊടുക്കുക. അല്ലാതെ എന്റെ ഈ അടുക്കള കയറിയല്ല ചെയ്യേണ്ടത്. സൽക്കരിക്കാൻ പറ്റിയൊരു കുടുംബം. ഇതാണോ നിന്റെ അമ്മായിമ്മയ്ക്ക് നിന്നോട് ഇത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞത്? ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നവര്? എനിക്കറിയില്ല എന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന് ഉറങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമാണെന്നറിയാവോ എൻ്റെ മോനെ ജീവിതം നശിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. നിങ്ങളുടെ ഈ മോള് കൈയും കാലും കൊണ്ട് വശീകരിച്ചെടുത്തത് എൻ്റെ മോനെ. അവനിക്ക് പറ്റിയൊരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അവനിക്ക് ഇതൊന്നും അല്ല ബന്ധം. നല്ല കൊടീശ്വരിയായ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു. ഒരു ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കിട്ടി. നിങ്ങൾക്ക് എന്തായാലും സന്തോഷമല്ല, നിങ്ങൾക്ക് എന്തായാലും ലാഭമാണ് കിട്ടിയിരിക്കുന്നത്. പുളികൊമ്പ് തന്നെയാണല്ലോ നിങ്ങൾക്ക് കയറി പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? മനുഷ്യന് നാണക്കേട് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനിയുള്ള എൻ്റെ മോന്റെ ജീവിതം എങ്ങനെയായിരിക്കും? കുടുംബത്തോടെ അവനങ്ങ് ഏറ്റെടുത്തിരിക്കുവല്ലേ. അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ടാടാ വേണ്ടാടാ വേണ്ടാടാന്ന്. അപ്പോഴത്തേക്ക് അത്രയ്ക്കും അവനങ്ങ് അറ്റു കിടക്കുമല്ലേ അങ്ങോടെ. അപ്പൊ അതാണ് പ്രശ്നം. എൻ്റെ മോള് നിങ്ങളുടെ മകനെ വശീകരിച്ചെടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ,
ഞങ്ങൾ എങ്ങനെ വളർന്നതും ഞാൻ എൻ്റെ മകളെ വളർത്തിക്കൊണ്ട് വന്നതൊക്കെ എനിക്ക് നല്ല രീതിക്ക് അറിയാം. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ മകളെ വല്ല കൊമ്പത്തുള്ള വീട്ടിൽ കെട്ടിക്കണമെന്നൊന്നും ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ മകന് എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്ന് എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചതാ. പിന്നെ അവൾക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നി. അവിടുത്തെ ചോദിച്ചപ്പോഴും അവൾക്കും ഇഷ്ടമാണ്. പിന്നെ സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിലല്ലേ ഒന്നിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളുടെ മകനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയോ ഒന്നും സാമ്പത്തികവും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ വെറും പാവപ്പെട്ടവരാണ്. സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ല. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും പണമോ പൊന്നോ ഒന്നും തരാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല എന്നും അതും ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനയ്ക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോഴും ചോദിച്ചു നിങ്ങളുടെ വീട്ടുകാർക്ക് സമ്മതമാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവന്റെ ഇഷ്ടമാണ് അവന്റെ വീട്ടുകാർക്കെന്ന് പറഞ്ഞു. അപ്പൊ വിചാരിച്ചു വന്നാൽ കുഴപ്പമില്ല, അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് സഹകരിക്കാതൊക്കെ ഇരുന്നപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഉമ്മയ്ക്ക് തീരെ സുഖമില്ലെന്നാണ്. സ്വാഭാവികം, വയ്യാഴിയൊക്കെ വരുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവരെ അങ്ങോട്ടും കാണുന്നുമില്ല എടുക്കുന്നുമില്ല. എൻ്റെ മോടെ മുഖം കണ്ടപ്പോഴും ഞാൻ ആദ്യമേ ചോദിച്ചു എന്താണെന്ന്. അപ്പൊ നിങ്ങൾ എന്തുമാത്രമാണ് എൻ്റെ മകളെ ഇവിടെ, ഇപ്പൊ ഞാൻ ഉള്ളപ്പോ തന്നെ നിങ്ങൾ എൻ്റെ മകളടുത്ത് ഇങ്ങനെ, അപ്പൊ ഞാനും കൂടെ ഇല്ലാത്തപ്പോഴും എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ മോൻ ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ മകനെ വശീകരിച്ചെടുക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് വേണമെങ്കിലും എന്തുവാ, എൻ്റെ മോന്റെ ജീവിതം പോയി കിട്ടിയില്ലേ? ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല എൻ്റെ മോനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമാണ് കിട്ടുന്നതെന്ന്. ഒരിക്കലും എനിക്ക് ഇവിടെ മരുമകളായിട്ട് കാണാനും പറ്റത്തില്ല. അവള് ഓരോ നിമിഷം ഇവിടെ നിൽക്കും തോറും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. എൻ്റെ കുടുംബക്കാർ പോലും ഇപ്പൊ കയറുന്നില്ല. എല്ലാവർക്കും ഇപ്പൊ എന്നോട് ശത്രുതയായിട്ട് ഇരിക്കുക. ഞാൻ മോന്റെ ജീവിതം പോയില്ലെന്ന് ഓർക്കുമ്പോഴെനിക്ക് സങ്കടം. ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബം. നിങ്ങൾ എൻ്റെ മകളെ സഹിക്കൊന്നും വേണ്ട. ആർക്കും ഭാരമൊന്നും അല്ല എൻ്റെ മക്കള്. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് പറയുമ്പോൾ ആരോഗ്യം തലേന്ന് ഒഴിച്ചു വിട്ടതൊന്നും അല്ല. ഞങ്ങൾക്ക് പണത്തിനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ മക്കളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ തന്നെ വളർത്തിയത്. അത് കല്യാണം കഴിച്ച വീട്ടിൽ കിട്ടണമെന്നല്ല. പക്ഷെ ഇതൊരു വല്ലാത്തൊരു പ്രകൃതമാണ് നിങ്ങളുടേത്. എൻ്റെ മകളെ നോക്കാൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. മോളൊരു കാര്യം ചെയ്, മോടെ വല്ല എടുക്കാറുണ്ടെങ്കിൽ എടുക്കുക. അവനിക്ക് അവന്റെ ഭാര്യയെ വേണമെങ്കിൽ അവനവിടെ വരട്ടെ, ഇല്ലെങ്കിൽ അവനോട് തന്നെ നിന്നോട്ടെ. കേട്ടല്ലോ? പിന്നെ നിങ്ങളുടെ പൊന്നും പണം കണ്ട എൻ്റെ മോളെ ഇങ്ങോട്ട് വിട്ടേന്നുള്ള ധാരണ നിങ്ങളങ്ങ് മാറ്റിയേരെ. നിങ്ങളുടെ മകൻ എനിക്ക് പറ്റിയ വല്ല കോടീശ്വരികളുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവർക്ക് സമാധാനം ഉണ്ടാകണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിത് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മകളോട് പറയുന്നു വിചാരിച്ചു മോള് അങ്ങ് സഹിക്കണം, കണ്ടില്ല നടിക്കണം. ഞാൻ പറയില്ല അത്. എൻ്റെ മോക്ക് സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ അവളിവിടെ നിൽക്കട്ടെ. അതല്ല എൻ്റെ മോക്ക് അതില്ലെങ്കിൽ അവൾ എൻ്റെ ഒപ്പമായിട്ട് കൂടെ ഇറങ്ങി വരും. എൻ്റെ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങളൊരു ഉമ്മ അല്ലേ? നിങ്ങൾ ഈ മരുമോള് വേഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങളിപ്പോ ഒരു അമ്മായിമ്മയുടെ പോസ്റ്റിൽ എത്തിയത്. പൊന്നും പണത്തിനൊന്നും അല്ല വില, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോവുക. എന്നിട്ട് മകൻ വരുമ്പോ പറഞ്ഞേരെ അവനിക്ക് പൊന്നും പണവും ഉള്ളൊരു പെണ്ണിനെ ആണെങ്കിൽ അവൻ വേറെ കെട്ടിക്കോളാൻ പറ. ആ, ഒന്നും എടുക്കാനില്ല മോളെ, നിന്റെ ഡ്രസ്സും കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ എൻ്റെ മോക്ക് സമാധാനം ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. അല്ലെങ്കിൽ അവളിപ്പോ ഇറങ്ങി വരത്തില്ലല്ലോ. ബാ.